വെറുതെ ജോലി. പെരുന്തർക്കോവിലപ്പനെ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുക. ആ വിഷയം താനേ മനസ്സിൽ ആവശ്യത്തിനുള്ളത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അതിനെ കഴിഞ്ഞുള്ളൂ. ആവശ്യപ്പെടുമ്പോ ഞാനങ്ങോട്ട് വരുന്നേ. ശല്യപ്പെടുത്തിയാണെന്ന് പരാതി പറയരുത്. ഓ പ്രാരാബ്ധത്തിന്റെ ഒഴിഞ്ഞ ഒരു തെളിഞ്ഞ മനസ്സ് കിട്ടാൻ പോണില്ല. കൃഷ്ണ ഭഗവാനെ അനുഗ്രഹിക്കണേ. ദളവാസ്വാമി സൂചിപ്പിച്ചതിന്റെ ഉള്ളർത്ഥം എന്താ? രാജാവിന്റെ പൂർവ്വകഥകളെ പറ്റി വായിച്ചറിയാൻ തന്ന ഗ്രന്ഥം ഒരു കെട്ടുകഥ പോലെ വീരൻ തികഞ്ഞ കൗശലക്കാരൻ ഒഴുക്കിയ ചോരപ്പുഴയാണ്. അദ്ദേഹത്തെ പറ്റി സംസാരിച്ച എല്ലാവരുടെയും ആകട്ടെ. ഞാൻ ജോലി തിരക്കിലാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉറക്കെ വിളിച്ചു പറയണം. ഇറങ്ങി ഞാൻ എഴുതാൻ തുടങ്ങുക. വീരമാർത്താണ്ട സ്തുതിയല്ല ഇവിടെ ഒരു പുരാണ വഞ്ചിപ്പാട്ട് രീതിയിൽ അവതരിപ്പിക്കും. കാവ്യഗുണത്തേക്കാൾ ശബ്ദഗുണത്തിന് മുൻതൂക്കം നൽകി. ചടഞ്ഞു കൂടിയിരിക്കും അവസാനിപ്പിച്ചില്ലാന്നുണ്ടോ? തമ്പുരാൻ തിരിച്ചെടുത്തള്ളി കഴിഞ്ഞു. മുഖം കാണിച്ചില്ലാന്നുണ്ടോ? മുഖം കാണിച്ചു. സംസ്കൃത ശ്ലോകം വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു. പിന്നെന്താ ഈ മുടിക്ക തിരിപ്പ്? കൂടിക്കാഴ്ച താൽക്കാലിക ദുഃഖത്തിന് പരിഹാരമായി ശക്തി. എങ്കിലും മനസ്സിനെ നന്നായിട്ട് വിശ്വസിക്കും. എന്താ മഹാരാജാവിന് ശ്ലോകം രസിച്ചില്ലാന്നുണ്ടോ? രസിച്ചു. പുതിയൊരു കവിത തയ്യാറാക്കാനുള്ള ആജ്ഞ ഏറ്റോ ഏറ്റു. എങ്കിൽ എഴുതി പൂർത്തിയാക്കി കൊള്ളുക എന്നല്ലാതെ വിഷയം നിർദ്ദേശിച്ചില്ല. വിഷയം പുരാണ കഥകളിൽ ഒന്നിനെ ആസ്വദിച്ചാകണം എന്ന സൂചന നൽകി. ചിപ്പാട്ട് രീതിയിലായാൽ കൊള്ളാമെന്ന പുരാണ കഥ വഞ്ചിപ്പാട്ടിലോ? കേട്ടു കേൾവി പോലുമില്ല. ഈ രാമൻ നായർ വള്ളം നിന്ന് നടക്കൽ കയറിയിരുന്ന ഇങ്ങനെ ഒരു തരം കഥയില്ലാത്ത തട്ടിക്കൂട്ടലല്ലേ ഈ വഞ്ചിപ്പാട്ട്? ഇതിൽ പുരാണ കഥ എഴുതാനോ? ഭക്തിരസപ്രധാനമായ ഒരു കഥ എങ്ങനെയാ ഈ മട്ടിൽ ആഖ്യാനം ചെയ്യുക? ശങ്കര, വഞ്ചിപ്പാട്ടിൽ തന്നെയാണ് തമ്പുരാന്റെ ഇംഗിതം. അത് ഞാൻ ഉറച്ചു കേട്ടു. വിഷയം തേടിയുള്ള അന്വേഷണത്തിലാണ് ഞാൻ. വിഷയം മഹാരാജാവിന്റെ അവതാരങ്ങളെ സ്തുതിച്ചുകൊണ്ടാണെങ്കിൽ എളുപ്പമാണ്. പല വിവരങ്ങളും ഞാൻ ശേഖരിച്ചു വച്ചിട്ടുണ്ട് ശരണൂരപുരത്തെ താമസത്തിനിടയിൽ. തമ്പുരാൻ സൂചിപ്പിച്ചത് എന്താണെന്ന് അറിയാം. സ്തുതീതങ്ങൾ കേട്ട് കേട്ട് മടുത്തപ്പെട്ടില്ലായെന്ന. അതേതൊക്കെ പോലെ ഒരു രാജശ്രേഷ്ഠയിൽ സ്തുതീതങ്ങൾ കേട്ട് മടുപ്പുണ്ടാകുകയോ ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് കേട്ടതിലോ കാവ്യഭംഗിയില്ലാതെ പദങ്ങൾ അടുക്കി പെറുക്കി വെച്ചതിലോ ഉണ്ടായ മനമെടുപ്പാകും. ഔചിത്യപൂർവ്വം നല്ല കാവ്യഭാഷയിൽ ചമച്ചുണ്ടാക്കിയാൽ മഹാരാജാവിനെ സുഖിക്കും. ഏത് കഥയുടെ കാതിരിയോ ഈ പറയണേ? പുതിയ കഥകളെ പറ്റി ഉണ്ടോ? ഒന്നല്ല, മൂന്നാലെണ്ണം ഉണ്ട്. കേൾക്കട്ടെ കേൾക്കട്ടെ. രാജ്യഭാരം ഏൽക്കുന്നതിനൊക്കെ വളരെ മുമ്പ് ജീവൻ അപകടപ്പെടുത്താൻ ശ്രമിച്ച പിള്ളമാരിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച സാഹസിക യജ്ഞങ്ങൾ. അതൊക്കെ വെറും കെട്ടുകഥകളായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ മുമ്പേ പ്രചാരത്തിലിരിക്കുന്ന ചില വീരകഥകൾ എടുത്ത് ചെത്തി മിനുക്കി പുതുതായി ഉണ്ടാക്കി അത് കവിതാ വിഷയമാക്കിയ എന്നാലിതാ
കെട്ട് നടന്നിട്ടില്ല. ഓ, ദാമ്പത്യ ജീവിതത്തെ അദ്ദേഹം വെറുത്തതും ആ സ്ത്രീയുടെ ദേഹവിയോഗം മൂലമാണെന്ന കേൾവി. അതോ കഷ്ടം കഷ്ടം. ചുമ്മാതല്ല, ആശ്വാസത്തിന്റെ തണലേകാൻ ഒരു പെൺതുണ ഇല്ലാതെ പോയില്ലേ അദ്ദേഹത്തിന്റെ മനസ്സ് സദാ ഇങ്ങനെ പ്രക്ഷുബ്ധമായി കിടക്കുന്നത്. നാം അത്രയ്ക്ക് അങ്ങനെ ചിന്തിച്ചില്ല കേട്ടോ. ഇല്ല ശങ്കര, നമുക്കത് പറ്റിയ വിഷയമല്ല. പാടുപെട്ട് നടക്കാൻ ശ്രമിച്ചതിനൊക്കെ കുത്തിയിറക്കിയ ഈർഷ്യയാകും ഉണ്ടാവും. പുരാണ ഇതിവൃത്തം തന്നെയാകും രാജാവിന്. പുരാണങ്ങളിൽ വായനോളം പാണ്ഡിത്യം എനിക്കില്ല. എങ്കിലും ഒരു സൂചന നൽകിക്കൊട്ടെ. വീരപരാക്രമങ്ങളിലും രാജധർമ്മം അനുഷ്ഠിക്കുന്നതിലും ഒട്ടൊക്കെ സാദൃശ്യമുള്ള ഒരു പുരാണ വിഗ്രഹത്തിന്റെ കഥ ഇതിവൃത്തമാക്കിയാലോ? സാദൃശ്യം നല്ല കഥ. സനാതനമായി നിലകൊള്ളുന്ന പുരാണ വിഗ്രഹങ്ങളുടെ അല്പായുസുകളായ മനുഷ്യനും പരാക്രമം മാത്രം മതി വശത്തില്ല. എനിക്കൊരു ശല്യമുണ്ടാക്കുമെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞുകൊണ്ടിട്ട് കൂട്ടുകാരനോട് കഥ പറഞ്ഞ് രസിക്കുകയാണല്ലേ? അല്ല, ഇത് കഥയെ പറ്റിയുള്ള ചർച്ചയായിരുന്നു. എന്തിത്ര ചിന്തിക്കാൻ? പട്ടിണിയും പരിവട്ടമായി കഴിയുന്ന ഒരു കവി എല്ലാവരെയും സഹായിക്കുന്ന രാജാവിനെ കാണാൻ ഒരു കവിത ഉണ്ടോ? പക്ഷേ വിഷയമുണ്ടായോ? അതെ, വിഷയമുണ്ടായോ? നമ്മുടെ ഭാരവേശം രാജാവിന് മനസ്സിലാവോ? ഉള്ളടിഞ്ഞ് സഹായിക്കണം, അത്രയല്ലേ വേണ്ടൂ. ശങ്കര, ഞാൻ തെരഞ്ഞത് ഏറ്റവും ഭക്തിസാന്ദ്രമായ ഒരു വിഷയമാണ്. മനസ്സിലാത്ത മൊഴി കണ്ടില്ലയോ? പ്രായോഗികമായി ചിന്തിക്കുന്നവരാണ് സ്ത്രീകൾ. കവിത കൊണ്ടുണ്ടാകുന്ന ഫലത്തെ പറ്റി മാത്രമേ ഇക്കൂട്ടർ ചിന്തിക്കുന്നുള്ളൂ. അതിലെന്താണ് തെറ്റ്? വിഷയം ധ്യാനത്തിലൂടെ തന്നെ കിട്ടും. വിഷയം ശങ്കര, ഞാൻ എന്റെ ചിന്തയിലേക്ക് മടങ്ങട്ടെ. അപ്പോ ശങ്കരന്റെ പരിപാടി വൈകാതെ ശരദൂര പുറത്തേക്ക് അവിടെ വച്ച് കാണാം. ഒരു നല്ല കാവ്യത്തിന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ശങ്കരൻ പറഞ്ഞ ആരെങ്കിലും കെട്ടിച്ചമച്ചതോ അതോ യഥാർത്ഥത്തിൽ നടന്നതോ? പരസ്പരം ധൈര്യത്തിൽ കഴിയുന്ന കുടുംബത്തിലെ ആളും പെണ്ണും പ്രണയത്തിൽ കുടുങ്ങിയ കഥകൾ അറിയുന്നില്ലേ? എന്തുകൊണ്ട് രാജാവ് വിമാരനായി തന്നെ കഴിഞ്ഞു? കവിത വേഗം തയ്യാറാകും. ഇങ്ങനെ മടിച്ചിരുന്നാലോ? കൃഷ്ണദർശനത്തിന് ഭർത്താവിനെ പറഞ്ഞയച്ച കുചേലപത്നിയുടെ കാര്യമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ദേവകി, എന്താ പറഞ്ഞേ? കൃഷ്ണദർശനത്തിന് ഭർത്താവായി കുചേലനെ പറഞ്ഞയച്ചേ? കുചേലപത്നി? എന്റെ ദേവകി, തൽക്കാലം ഒരു കുചേലപത്നി തന്നെ. തൽക്കാലത്തേക്കോ? എങ്കിൽ ഞാൻ ജയിച്ചു. അന്ന് രാജാവിനെ മുഖം കാണിച്ചിട്ട് വരുമ്പോ എനിക്ക് ഐശ്വര്യമുണ്ടാകുമല്ലോ. ദേവകി, കാവ്യവുമായി രാജാവിനെ സമീപിക്കാൻ പോകുന്ന എന്റെ വില കുചേലന്റെ മട്ടു തന്നെ. കല്ലും മെല്ലും നിറഞ്ഞ അവനുമായി സഹായത്തിന് കൃഷ്ണഭഗവാനെ സമീപിച്ച കുചേലൻ അന്ന് കൊണ്ടുപോകുന്നത് പുരാണ കാവ്യമല്ലേ? അതിലിടുന്ന കല്ലും നെല്ലും. ദേവകി, പുരാണ ഇതിവൃത്തങ്ങളെ ആശ്രയിച്ച് ഭാഷയിൽ ഉണ്ടായിട്ടുള്ള ശ്രേഷ്ഠ കവിതകൾ വെച്ച് നോക്കുന്നത് പാരായണത്തിൽ കല്ലുകടി കൂടാതെ എന്റേത് വായിച്ചു തീർക്കാൻ ഒക്കുമോ? അന്ന് മനസ്സിലെത്തി എഴുതിയ ആ കവിതയിൽ ഒരു കല്ലും നെല്ലും കാണില്ലെന്നാണ് എന്നോടുള്ള വിശ്വാസം. ഈ എങ്ങനെയുള്ളവളായാലും ശരി തന്നെ, എത്ര പാവപ്പെട്ടവളായാലും ശരി തന്നെ, എന്റെ ദേവകി അവസരത്തിനൊത്ത് ഉയർത്ത് പെരുമാറും. കൃഷ്ണ, വിഷയം ഇതാ മനസ്സിൽ തെളിഞ്ഞു വരുന്നു. ശ്രീകൃഷ്ണ മഹാത്മ്യം പാമരന്മാർക്ക് പോലും ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന കുചേലവൃത്തം. ഞാൻ മാറി. കൃഷ്ണ ഭഗവാനെ, ഈ ഉള്ളവന്റെ വഴി തുറന്നു കിട്ടി. മുന്നോട്ടുള്ള പ്രയാണത്തിന് അങ്ങ് ശക്തി നൽകണേ കൃഷ്ണ.
ഇല്ല, ഇന്നും രാമനാഥി അങ്ങ് കേട്ടേ മതിയാവും. കഴിയുന്ന അങ്ങനെ വിശപ്പറിയുന്നില്ല, ആശ്രയിച്ച് കഴിയുന്നവരുടെ സങ്കടം. പക്ഷേ ഭക്തിയും മുഴുകി കഴിയാൻ എന്നെക്കൊണ്ടാവില്ല. കുട്ടികളുടെ വിശപ്പ് കാണുമ്പോൾ എനിക്ക് ഭ്രാന്തനാകും. ദാരിദ്ര്യാർത്തിയുള്ള വലുതായിട്ട് ഒരാർത്തിയുമില്ല. സദാ വഹിക്കുന്ന ഭഗവാൻ ചെയ്യുന്ന ആ ലക്ഷ്മിപതിയെ പോയി ഒന്ന് കണ്ടാൽ മതി. നമ്മുടെ ദാരിദ്ര്യം അകലെ അങ്ങ് പോകണം, പോയേ മതിയാകും. സർവലോകത്തിൽ അത്ഭുതനായി മാറുന്ന ഈ എളിയവൻ ചെന്ന് കാണാനും കുലത്തിൽ നിന്ന് വിജയത്തിന്റെ ഒരിക്കൽ പോലും പരസ്പരം കണ്ടിട്ടേയില്ല. ഭഗവാനെ കൃഷ്ണ, ഈ ഉള്ളവരുടെ ശോച്യാവസ്ഥ അറിഞ്ഞില്ലേ? കൃഷ്ണ, അറിയിക്കാൻ അങ്ങ് ശ്രമിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ അറിയും? ചെയ്യേണ്ടത് ചെയ്താലേ കിട്ടേണ്ടത് കിട്ടുള്ളൂ. അങ്ങ് പോകണം, പോയേ മതിയാകും. ഈ പാതിരാത്രിയിലോ? കുട്ടികൾ വിശപ്പുകൊണ്ട് ഉറങ്ങുകയാണ്. അതുകൊണ്ടാണ് ഈ അവസരം ഞാൻ പറയാൻ ഉപയോഗപ്പെടുത്തിയത്. അങ്ങ് പോകണം, പോയേ മതിയാകും. ശരി, നീ പറഞ്ഞത് തന്നെയാകട്ടെ. നേരെ മുമ്പേ തന്നെ കൃഷ്ണ ഭഗവാനെ കാണാൻ ഞാൻ പുറപ്പെടാം. പക്ഷേ എന്റെ കയ്യിലൊന്നുമില്ലാതെ ഞാൻ എങ്ങനെ എന്റെ ശരീരത്തിന്റെ ഗൃഹത്തിൽ കയറുക? അയ്യോ, സർവൈശ്വര്യങ്ങൾക്കും നിറകുടമായ അവിടത്തെ കാണാൻ ഈ ദരിദ്രരായ നമ്മൾ എന്ത് കൊണ്ടുപോകാൻ? ശിഷ്ടമായ എന്തെങ്കിലും മാത്രമേ അവിടെ നിന്ന് സ്വീകരിക്കൂ. എന്നില്ല, ഇലയോ പൂവോ അവിലോ മലരോ അങ്ങനെ എന്തുമാകാം. സർവവും ആ ഭഗവാന് പ്രിയപ്പെട്ടത് തന്നെ. ഞാൻ ഇരുന്ന് കൊണ്ടുവച്ച് കുറച്ച് നെല്ലിരിപ്പുണ്ട്. രാവിലെ തന്നെ അത് ഇടിച്ചവലാക്കി തന്നേക്കാം. അങ്ങ് ഇപ്പോൾ പോയി കിടന്നു. പ്രഭാതത്തിൽ പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കൊള്ളൂ. നാളെ നാളെ എന്നായിട്ടും ഭഗവാനെ കാണാനിത്ര നാളും പുറപ്പെടാത്ത ഞാൻ ഇന്നു ചെല്ലുമ്പോൾ നാളിക നായനെന്ന് തോന്നുന്നു ഇന്നു നമ്മോട് നാളികം കരിമ്പനമേ നെയ്ത പോലെയോ.
രാജാവിന്റെ സ്തുതി കൂടി ഉൾപ്പെടുത്തിയേ മതിയാകൂ. പുരാണ കഥാഖ്യാനം മാത്രം പോരാ. വരട്ടെ വരട്ടെ ദേവി, അല്പനേരത്തേക്ക് എന്നെ ഒറ്റയ്ക്ക് വിടൂ. ചിന്തയുടെ ചരട് പൊറിയരുത്. സ്തുതിഗീതങ്ങൾ കേട്ടുപടുത്ത രാജാവ് ഒപ്പമിരുന്ന് ആസ്വദിക്കാൻ സഹധർമ്മിണി ഇല്ലാത്ത രാജാവ്. സഹധർമ്മിണി കൃഷ്ണ, ഭഗവാനെ, അത് അങ്ങനെ ആരെങ്കിലും ഇരിക്കുമോ? എന്റെ ഭാവനയിൽ ഇതെങ്ങനെ കടന്നു വന്നു? ഭഗവാനെ, വേണ്ട, എനിക്ക് ആ കഥ വേണ്ട. അയ്യോ, വല്ലാതെ വിയർത്ത് കുടിച്ചിരിക്കുന്നല്ലോ. വരൂ, അകത്തേക്ക് പോകാം. വരൂ. അയ്യോ, വരൂ, കുളിച്ച് ദർശനത്തിന് പോകാം. വരൂ. എന്താ? നിർമ്മാണത്തിന്റെ സമയം കഴിഞ്ഞു. പ്രഭാതത്തിന്റെ ദീപാരാധനയ്ക്ക് പോകാം. തൽക്കാലം ഇവിടെ നിന്ന് നേരം പഠിപ്പിക്കാം. എന്താ? കുചേലൻ ദ്വാരകാപുരിയിൽ എത്തിക്കഴിഞ്ഞു. ദ്വാരകാപുരിയിലെ ദൃശ്യങ്ങൾ പാപം കുചേലനെ വിപ്ലവിപ്പിച്ചു കാരണം. എങ്ങും 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 മഹാലക്ഷ്മി കടാക്ഷം.
കേട്ട് വാർത്താ